അങ്ങനെ അർജുൻ സംശയം ചോദിക്കുമ്പോൾ ഭാവനയും അജയനും ജയയും എല്ലാവരും ദേവനുമെല്ലാം മാനസിക സംശയമില്ല എന്ന് പറയാൻ കേട്ടോ. നിങ്ങൾക്കാർക്കും സംശയമില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നുമില്ല എന്ന് പറയാണ്. അവസാനം മാനസ പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്കാർക്കും ഇങ്ങനെ സംശയമുണ്ടെങ്കിൽ എന്നെ പോലീസിൽ ഏൽപ്പിച്ചോളൂ, ഞാൻ പോലീസിന് പിരിവ് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും പണത്തട്ടിപ്പ് കേസിന് മുൻ പരിചയമുള്ള ഒരാളാണ് സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ശർമാജിയാണോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു. പക്ഷേ ശർമാജിയുടെയും മാനസയുടെയും മൊഴികൾ ഏകദേശം ഒരുപോലെ തന്നെ ആയതുകൊണ്ട് ഞാനത് വിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മാനസയെ വിശ്വാസമാണെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ ഭാവന അർജുനോട് പറയുന്നുണ്ട്, അർജുൻ, മാനസ ഒരിക്കലും സൂര്യയോട് ഇങ്ങനെ ഒരു ചതി ചെയ്യില്ല. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, കോടതിയിൽ എന്തായാലും ഞാൻ ഈ കാര്യം വാദിച്ച് വിജയിച്ചോളാം. പക്ഷേ അതിനു മുൻപ് ഈ പണം തട്ടി എടുത്തത് ആരാണ് എന്ന് അറിയണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ശർമാജിയെ പൊക്കിയത്. ഇതെല്ലാം കേൾക്കുമ്പോൾ മാനസിക സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അവൾ പറയാണ്, ശർമാജി, ഇനി വേണമെങ്കിൽ ഞാൻ സൂര്യ പുറത്തിറങ്ങിയതിന് ശേഷം ദുബായിലോട്ട് വരാം, എന്നിട്ട് എല്ലാത്തിനും ഒരു പരിഹാരം നമുക്കുണ്ടാക്കാം. ഇത് കേൾക്കുമ്പോൾ ജയ പറയുന്നുണ്ട്, വേണ്ട മോളെ, അതിപ്പോൾ വേണ്ട. ഈ പണമൊക്കെ പോയത് പോട്ടെ, നമുക്ക് എന്തായാലും സൂര്യ പുറത്തിറങ്ങാം, അതാണ് ഇപ്പോഴത്തെ ആവശ്യം. ഇങ്ങനെ പറയുമ്പോൾ അജയൻ പറയാണ്, അതാണ് അതിൻ്റെ ശരി, അതാണ് ശരിക്കും വേണ്ടത്. ഞാൻ ഇതെല്ലാം കേട്ടപ്പോൾ അങ്ങ് വല്ലാണ്ടായിപ്പോയി എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ശർമാജിയോട്, എടോ മണി ശർമ്മേ, താൻ വേഗം പൊക്കോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വിടുകയാണ് കേട്ടോ അജയൻ. അപ്പോൾ ദേവനും പറയുന്നുണ്ട്, അർജുൻ, ഇനി ഇയാളെ വിട്ടേക്ക്, മേലിൽ ഇയാൾ ഇനി ആരെയും ശല്യപ്പെടുത്തില്ല എന്ന് പറയാണ്. അപ്പം അർജുൻ മോനിനോട് പറയുന്നുണ്ട്, മോനി ഇനി അവരെ കൊണ്ടുപോയി വിട്ടേക്കെന്ന് പറയട്ടെ. അങ്ങനെ മോനി ശർമാജിയെ കൊണ്ട് പോവുകയാണ്. പിന്നീട് അർജുൻ പൂജയോട് പറയുന്നുണ്ട്, പൂജ, നീ എന്തായാലും ഇവിടെ നിൽക്ക്, ഞാൻ 2-3 കാര്യങ്ങളും എനിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, എന്നിട്ട് ഞാൻ വരാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോവുകയാണ്. ശേഷം മാനസയാകട്ടെ ആകെ പൊട്ടിക്കരയേണ്ട. ഇതുവരെ ഉള്ളിൽ വെച്ച് പിടിച്ചു നിന്നതെല്ലാം അവൾ പുറത്തേക്ക് വിടുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ സൂര്യ ലോക്കപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശേഷം ഒരു സോങ് ആണ് അവിടെ കാണിക്കുന്നത്. അതിൽ സൂര്യ അന്ന് പോലീസ് വീട്ടിൽ വന്നതും സൂര്യയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതും പിന്നീട് ഭാവന വിഷമിച്ച് കരഞ്ഞിരിക്കുന്നതും ശേഷം അവൾ സേതുമൊത്ത് പോലീസ് സ്റ്റേഷനിൽ വന്ന് സൂര്യയെ കാണുന്നതും പിന്നീട് തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം കട്ടിൽ കിടന്ന് കരയുന്നതും അതേസമയം ഗായത്രി, മായ, ഭാനു ഇവരൊക്കെ സൂര്യയുടെ അവസ്ഥയെ ആലോചിച്ചിട്ട് കരയുന്നതൊക്കെയാണ് കേട്ടോ. പിന്നീട് അംബാലികയും അനിരുദ്ധനും അവരുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങുകളൊക്കെ പ്ലാൻ ചെയ്ത് സന്തോഷിക്കുന്നതും അതേസമയം തന്നെ ഇതെല്ലാം ആലോചിച്ച് കരയുന്ന പ്രതാപനെയും 10 കോടിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അജയൻ, പ്രസീത, അതിനെക്കുറിച്ച് തലപുകയ്ക്കുന്ന മാനസ, ഇവരൊക്കെയാണ് കേട്ടോ അത് ആ പാട്ടിൽ മുഴുവൻ കാണിക്കുന്നത് ഓരോരോ ഘട്ടങ്ങളിലായിട്ട്. അങ്ങനെ അവസാനം സൂര്യയെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള കോടതി വാദത്തെയാണ് പിന്നീട് കാണിക്കുന്നത്. ആ ദിവസം വന്ന് തിരിക്കാൻ കേട്ടോ. അങ്ങനെ നേരത്തെ തന്നെ കോടതിയിലെ ദേവനും ഭാവനയും വന്നിറങ്ങാൻ കേട്ടോ. അങ്ങനെ അവർ കോടതിയിലകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ദേവൻ ചോദിക്കുന്നുണ്ട്, മോളെ, ഇന്ന് നമുക്ക് കേസ് നമുക്ക് അനുകൂലമായിട്ട് തന്നെ ഉണ്ടാകുമോ വിധി? ഉണ്ടാകും അങ്കിൾ. അർജുൻ ഏത് വിധേനയും സൂര്യയെ പുറത്തിറക്കും, അങ്ങനെ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അർജുൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സൂര്യയോട് സുജിത് മേനോനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല എനിക്ക് വിളിച്ചിട്ട് സൂര്യയുടെ ലാപ്പിലുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ ഞാൻ ഉടനെ തന്നെ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് അങ്കിൾ എന്ന് പറയാൻ കേട്ടോ ഭാവന. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, സൂര്യക്ക് ഇതാദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നത്. കമ്പനിയിൽ നിന്ന് കോടികളുടെ ട്രാൻസാക്ഷൻ സൂര്യ തന്നെയാണ് ഇതുവരെ നടത്തിയിരുന്നത്. ഇതുവരെ ഒരു ചതിയും പറ്റിയിട്ടില്ല. ഇതിപ്പോൾ സൂര്യക്ക് പേരുദോഷമാവുകയും ജയിലാവുകയും ചെയ്തു. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അർജുൻ നമ്മളറിയാതെ ഒരുപാട് തെളിവുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളറിയാതെ എന്തൊക്കെയോ ചരടുവലികൾ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് അങ്കിൾ. ആ സുജിത് മേനോ പോലുള്ള ഒരാളെ പരിചയപ്പെട്ടതിലും അവനെ പിടിച്ച് പാർട്ട്ണറാക്കിയതിലൊക്കെ ജയക്ക് നല്ല വിഷമമുണ്ട് എന്ന് പറയട്ടെ ദേവൻ. ഇനിയിപ്പോൾ പോയതൊക്കെ പോട്ടെ എങ്കിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും സൂര്യ ഇനി പുറത്തു വരട്ടെ എന്ന് പറയാട്ടോ ഭാവന. പണം പോയാലും നമുക്കുണ്ടാക്കാം മോളെ, പക്ഷെ നമ്മുടെ അഭിമാനം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചെടുക്കാൻ പാടാണ് എന്നൊക്കെ നല്ല വിഷമത്തിൽ തന്നെ പറയാട്ടോ ദേവന്. ഇപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഈ തട്ടിപ്പ് കേസിന് പിന്നിലെ വളരെ പ്ലാനിങ്ങോട്ടുള്ള കാര്യങ്ങളാണ് നടന്നുവെന്നാണ് പൂജ വിളിച്ചപ്പോൾ എനിക്കറിയാൻ സാധിച്ചത്. എന്താണെന്ന് അവൾ പറഞ്ഞോ എന്ന് ചോദിക്കാൻ കേട്ടോ ദേവൻ. അതെ അങ്കിൾ, വെള്ളിയാഴ്ച ദിവസമുണ്ടായ സൂര്യയുടെ അറസ്റ്റ് ശനിയും ഞായറും കഴിഞ്ഞിട്ടേ കോടതി കൂടുന്നു. അതുവരേക്കും സൂര്യയെ ലോക്കപ്പിൽ കിടത്താനുള്ള അവരുടെ പ്ലാനിങ് ഇതെല്ലാം വെൽ പ്ലാൻഡ് ആണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, ഒരു പക്ഷെ അവർ പറഞ്ഞത് ശരിയായിരിക്കും. അർജുനെ പോലുള്ള വക്കീലന്മാർക്ക് ഇങ്ങനത്തെ കേസുകൾ കൈകാര്യം ചെയ്ത് ഒരുപാട് പരിചയമുണ്ടാകുമല്ലോ. അപ്പോൾ ഭാവൻ ചോദിക്കുന്നത്, അങ്കിൾ സൂര്യ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. ദേവൻ പറയുന്നുണ്ട്, കൊണ്ടുവരാനുള്ള സമയം ആകുന്നേയുള്ളൂ മോളെ. എന്തായാലും ഇന്നത്തോടെ ഞാൻ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നിർത്തുക. ഇതെന്റെ ജീവിതത്തിലെ ആദ്യം അവസാനത്തെയുമായിരിക്കും. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, സൂര്യക്ക് ഒട്ടും താല്പര്യമില്ലാതെ ഈ പാർട്ട്ണർഷിപ്പ് തുടങ്ങിയത് ഇപ്പോൾ അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, ജയയെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാതിരുന്നത് മനഃപൂർവ്വമാണ്. അവൾ സുജിത് മേനോനെ ഒരുപാട് വിശ്വസിക്കുകയും ചെയ്ത ബഹുമാനിക്കുകയും ചെയ്ത ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ നീക്കമുണ്ടാകുമ്പോൾ ഒരു പക്ഷേ അവനെ കാണുമ്പോൾ
ജയവാണ് നിയന്ത്രണം വിട്ട് പെരുമാറും എന്നൊക്കെ പറയാണ്. അപ്പോൾ ഭാവനയും പറയുന്നുണ്ട്, ആൻറ്റിയെ കൊണ്ടുവരാതെ നന്നായി അങ്കിൾ, അത് ആൻറ്റിക്ക് കൂടുതൽ വിഷമമുണ്ടാക്കുകയും ആൻറ്റി അസുഖത്തെ ബാധിക്കുകയും ഒക്കെ ചെയ്യും. മാത്രമല്ല പബ്ലിക്കിന് മുന്നിൽ എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലേക്കാണ് പൂജയും അർജുനും വന്നിറങ്ങുന്നത്. പൂജ അർജുനോട് ചോദിക്കുന്നുണ്ട്, അച്ചുവേട്ടാ ഇന്ന് സൂര്യയെ നമുക്ക് പുറത്തിറക്കാൻ സാധിക്കില്ലേ? അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് ഇന്നൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കുക. ഈ കേസിൽ വലിയ ട്വിസ്റ്റുകളൊന്നും നടക്കാനില്ല. പണത്തിന് വേണ്ടി ചിലരുടെ ആർത്തിയാണ് മറ്റുള്ളവരെ ഇങ്ങനെയുള്ള ദുരിതത്തിൽ കൊണ്ടെത്തിക്കുന്നത്. സൂര്യ എന്തായാലും നമുക്ക് ഈസി ആയിട്ട് പുറത്തിറക്കാൻ സാധിക്കും എന്നൊക്കെ അർജുൻ ഉറപ്പ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ പൂജ പറയുന്നത്, അജുവേട്ടൻ ജയിലായിരുന്നപ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ മറ്റാർക്കും വരുത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഭാവനയാണ് അനുഭവിക്കുന്നത്. എന്തായാലും ഭാവനയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, അജുവേട്ടൻ സൂര്യയെ ഇന്ന് പുറത്തിറക്കി കൊണ്ടുവരുമെന്ന്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, സൂര്യയെ ജാമ്യത്തിൽ ഇറക്കിയാലും ആ ക്യാഷ് പോയത് എങ്ങനെയാണെന്ന് കണ്ടെത്തണം. വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ആ കൃത്യം ആർ ചെയ്താൽ നടത്തിയിരിക്കുന്നത്. ആരും കാണാത്ത ഒരു മുഖം അയാൾക്കുണ്ട്. അതിന്ന് കോടതിയിൽ ഞാൻ തെളിയിക്കും, നീ കാത്തിരുന്നോ എന്നൊക്കെ പറയാൻ കേട്ടോ. വളരെ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് സൂര്യ. അവനെയാണ് ഇപ്പോൾ ചീറ്റിംഗ് കേസ് എന്ന നിസ്സാര കാര്യത്തിന് അകത്താക്കിയിരിക്കുന്നത്. ഇതിനുള്ള മറുപടി അദ്ദേഹത്തോട് ഞാൻ തന്നെ ചോദിക്കും. അപ്പോൾ പൂജ വിടരുത് അജേട്ട, അദ്ദേഹം ദുഷ്ടനാണ്, അദ്ദേഹത്തോട് ഇതിന് നന്നായിട്ട് കണക്ക് പറയിപ്പിക്കണം. എന്തായാലും നമുക്ക് സൂര്യയെ എന്ത് വില കൊടുത്തും പുറത്തിറക്കണം. അതുപോലെ തന്നെയാണ് ജയാൻറ്റി ഭാവനയുടെ മേൽ ആരോപിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണം. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അതിനാദ്യം ആ പണം പോയ വഴി കണ്ടെത്തണം. എനിക്കിപ്പോൾ സംശയം ആ മാനസയും കുടുംബത്തെയും തന്നെയാണ്. അപ്പോൾ പൂജ പറയുന്നുണ്ട്, അതിന് ഭാവന ഒന്നും സംശയമില്ലല്ലോ, അവൾക്കൊക്കെ അവളെ നല്ല വിശ്വാസമാണ് മാനസയെ, അത് തന്നെയാണ് അവളുടെ പ്രശ്നം ഇങ്ങനെ കൊണ്ടെത്തിച്ചത് എന്നൊക്കെ പറയാൻ അർജുനും. അപ്പോഴാണ് ഭാവന പൂജയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. പൂജയും അർജുനും അവിടെ എത്തിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ വിളിച്ചത്. അപ്പം ഞങ്ങൾ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഭാവനയുടെ അടുത്തേക്ക് പോവാൻ കേട്ടോ പൂജ. അപ്പോൾ ദേവൻ ചോദിക്കുന്നുണ്ട്, മോളെ അർജുൻ എന്താ പറഞ്ഞത്, സൂര്യയെ പുറത്തിറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പൂജ പറയുന്നുണ്ട്, അങ്കിൾ ധൈര്യമായിട്ടിരിക്കുക, സൂര്യയെ നമ്മൾ പുഷ്പം പോലെ തന്നെ പുറത്തിറക്കും. അപ്പോൾ ദേവന് പറയുന്നുണ്ട്, അർജുനും എനിക്ക് സൂര്യയെ പോലെ എൻ്റെ മോനെ പോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ എതിർക്കുന്നത് പ്രബല ശക്തികളുമായിട്ടാണ്, അവർ നിസ്സാരക്കാരല്ല. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അങ്കിളെ അർജുനും പൂജയും ഒരുമിച്ച് നിന്നാൽ പിന്നെ ഒന്നുകൊണ്ട് നമ്മൾ പേടിക്കേണ്ടതില്ല. എൻ്റെ വിവാഹ ദിവസം തന്നെ ദൈവത്തിൻ്റെ വിധിയെപ്പോലും തോൽപ്പിച്ച് നിന്നവരാണ് ഇവർ. അതുകൊണ്ട് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് സൂര്യയെ പുറത്തിറക്കാൻ കഴിയുമെന്ന് ഭാവനയും പറയാൻ കേട്ടോ. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ തീവ്രമായിട്ടൊന്ന് ആഗ്രഹിച്ചാൽ അത് നടത്തിയിരിക്കും എന്നൊക്കെ പറയാണ്ട പൂജ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, എനിക്ക് സൂര്യയെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു കുറ്റവാളിയെ പോലെ സൂര്യ ജഡ്ജിയുടെ മുന്നിൽ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അതൊന്നും നമ്മൾ ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തിന് സൂര്യ തല താഴ്ത്തി നിൽക്കണം? സൂര്യ തല ഉയർത്തി തന്നെ നിൽക്കണം. സൂര്യ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെന്തിനാണ് സൂര്യക്ക് കുറ്റബോധത്തിൻ്റെ ഒരു ആവശ്യമില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രോങ് ആവാൻ പറ്റും ഭാവന എന്നൊക്കെ പറയണ്ട പൂജ. അപ്പോൾ ദേവൻ പറയുന്നത്, മോളുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരാശ്വാസം. എന്തായാലും നമ്മൾ ഈ കേസിൽ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ ഭാവനയും പറയുന്നുണ്ട്, നമ്മൾ തോൽക്കില്ല അങ്കിൾ, നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. വേണമെങ്കിൽ ആ സുജിത് മേനോൻ ഇത്രയും ക്യാഷിന് കുറച്ച് കോമ്പൻസേഷൻ ചോദിച്ചിരിക്കാം, അത് നമുക്ക് നൽകാം എന്ന് പറയാണ്. അപ്പോൾ പൂജ പറയും, ഇതൊരു സിവിൽ മാറ്റർ ആണ്, അതുകൊണ്ട് തന്നെ അറസ്റ്റും കോമ്പൻസേഷനും ഒന്നും ഇതിനില്ല, ക്രിമിനൽ കേസിനാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. എന്തായാലും കേസ് ഇപ്പോൾ വിളിക്കുമായിരിക്കും, നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ഭാവനയും ദേവനും പൂജയും അകത്തേക്ക് പോകാൻ കേട്ടോ. അർജുനാകട്ടെ എടുത്ത ഫയലുകളൊക്കെ ഒന്നും കൂടി ഇങ്ങനെ വായിച്ചു നോക്കുകയാണ്. ആ സമയത്താണ് സൂര്യയുമായിട്ട് പോലീസ് അവിടെ എത്തുന്നത്. ഇത് കണ്ട് അർജുൻ സൂര്യയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പോലീസിനോട് പറയുന്നുണ്ട്, സാർ ഞാൻ സൂര്യയുടെ അഡ്വക്കേറ്റ് ആണ്, എനിക്ക് ഇയാളുമായിട്ട് സംസാരിക്കണമെന്ന് പറയണം. അങ്ങനെ പോലീസ് പെർമിഷൻ കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അർജുനും സൂര്യയും മാറി നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അർജുൻ ചോദിക്കും, നീ എന്തിനാ ഇത്ര ഡള്ളാവുന്നത്? പിന്നെ ഞാൻ എങ്ങനെ മൂഡ് ഓഫ് ആവാതിരിക്കും അർജുൻ? എൻ്റെ ലൈഫിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഈ ചില സിറ്റുവേഷനിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, അതിനിങ്ങനെ ഇത്രയും മൂഡ് ഓഫ് ആവരുത് എന്നൊക്കെ പറയാം. 2 മണിക്കൂർ എനിക്കെത്താം, ഞാൻ എന്നെ തീർച്ചയായിട്ടും പുറത്തിറക്കി തരും എന്നൊക്കെ അർജുൻ പറയാണ്. ഇപ്പോൾ നീ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ചെയ്യാത്ത കുറ്റത്തിനല്ലേ ഇത്രയും ദിവസം ജയിലിൽ കിടന്നത്. അങ്ങനെ നമ്മൾ ഓരോ ഇതിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ സൂര്യ പറഞ്ഞു, ഞാൻ വളരെ സത്യസന്ധമായിട്ടാണ് എൻ്റെ കരിയർ കൊണ്ട് നടന്നത്, എന്നിട്ടിപ്പോൾ എനിക്ക് സംഭവിച്ചതോ? അപ്പോൾ അർജുന് പറയുന്നത്, ജീവിതം അങ്ങനെയാണ്, ചെകുത്താനും ദൈവവും എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ തെറ്റും ശരികളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. പക്ഷെ അവസാനം ശരി തന്നെയായിരിക്കും വിജയിക്കുക. ആദ്യം നീ ഒന്ന് സ്വയം വിശ്വസിക്കുക, താനൊരു തെറ്റും ചെയ്തില്ല എന്ന കോൺഫിഡൻസോടെ നിൽക്കുക, ബാക്കി നമുക്ക് കോടതിയിൽ നോക്കാം. ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് ആ വക്കീലിന്റെ കഴിവുകേടായിട്ടാണ് എല്ലാവരും കാണുക. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, സുജിത് മേനോൻ നിന്റെ അമ്മയോട് ക്യാഷ് ആവശ്യപ്പെടുകയും അതേ ദിവസം നീ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുമ്പോൾ അക്കൗണ്ടിൽ പണം കാണുന്നില്ല. ഇത് രണ്ടും നടന്നിരിക്കുന്നത് ഓരോ ദിവസത്തിൻ്റെ വ്യത്യാസത്തിലാണ്. ഇതെങ്ങനെ സംഭവിച്ചെന്നതാണ് ഇപ്പോഴും എൻ്റെ കൺഫ്യൂഷൻ എന്നൊക്കെ അർജുൻ പറയാണ്. അപ്പോൾ നിന്റെ അക്കൗണ്ടിൽ ആ ക്യാഷ് ഇല്ല എന്നറിഞ്ഞിട്ടാണോ സുജിത് മേനോൻ ക്യാഷ് തിരികെ ചോദിച്ചത്? അപ്പോൾ സൂര്യയും പറയുന്നുണ്ട്, അതെ അർജുൻ, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്ക് ഒരു ലോജിക്കുമില്ല എന്ന് എനിക്ക് ഇവിടെ എന്നാണ് തോന്നിയത്.
അതെന്താണെന്ന് അർജുൻ ചോദിക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട്, പണം പോയതിന് ശേഷമാണ് ഞാനും അച്ഛനും ബാങ്കിൽ പോയി ബാങ്ക് മാനേജർ ഡീറ്റെയിൽസും കാര്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ ബാങ്കിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാവാം സുജിത് മേനോൻ പണം കൈമാറിയതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടാണ് എനിക്കെതിരെ ചീറ്റിംഗ് കേസ് കൊടുത്തിരിക്കുന്നത്. അക്കൗണ്ടിൽ നിന്നും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതും ചീറ്റിങ്ങിന് കേസ് കംപ്ലയിൻറ്റ് ചെയ്തതിന് ഒരു ബന്ധവുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അർജുൻ ചോദിക്കുന്നത്, സുജിത് മേനോൻ തന്നെ ആയിക്കൂടെ ഈ പണവും ട്രാൻസ്ഫർ ചെയ്തത് അക്കൗണ്ടിൽ നിന്ന്, അങ്ങനെ വിശ്വസിച്ചാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട്, സുജിത് മേനോൻ ഇന്ന് അറിയപ്പെടുന്ന പ്രമുഖനായ ഒരു ബിസിനസ് മുതലാളിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കേസിന് അദ്ദേഹം തെളിയിക്കപ്പെട്ടാൽ അത് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇത് മറ്റാരോ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു ചതിയാണ്. ഇങ്ങനെയൊക്കെ സൂര്യ പറയുമ്പോൾ അർജുൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി, ബാക്കി നമുക്ക് കോടതിയിൽ നോക്കാം എന്ന് പറഞ്ഞിട്ട് സൂര്യയും കൊണ്ട് അർജുൻ അകത്തേക്ക് പോവാൻ കേട്ടോ. അങ്ങനെ കോടതിയിൽ കേസ് വിളിച്ച സമയമായിട്ടോ. എല്ലാവരും അകത്തിരിക്കുകയാണ്. ജഡ്ജി അവിടെ ഹാജരായിട്ടുണ്ട്. സുജിത് മേനോൻ സൂര്യയും രണ്ട് ഭാഗത്തായിട്ട് കോടതിയുടെ ആ കൂട്ടിൽ കയറി നിൽക്കുകയാണ് കേട്ടോ. അവിടെ സുജിത് മേനോൻ്റെ വക്കീല് സൂര്യ സുജിത് മേനോനെ ചതിച്ചതാണെന്നും എഗ്രിമെൻറ്റിൽ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ടും അദ്ദേഹം പുതിയ പ്രോജക്റ്റിനുള്ള പ്ലാനിങ് പോലും തുടങ്ങിയിട്ടില്ല എന്നും കാലാവധി കഴിഞ്ഞപ്പോൾ പണം തിരികെ ചോദിച്ചതിനെ തുടർന്ന് സൂര്യ മനഃപൂർവ്വം മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിട്ട് സുജിത് മേനോൻ കൊടുത്ത അഡ്വാൻസ് ക്യാഷ് 10 കോടി രൂപ തൻ്റെ അക്കൗണ്ടിൽ നിന്നും മിസ്സായിരിക്കുന്നു എന്ന വ്യാജ വാർത്തയാണ് അറിയിച്ചത്. അതിനെ തുടർന്നാണ് എൻ്റെ കക്ഷി ഈ കേസുമായിട്ട് മുന്നോട്ട് വന്നത് എന്നും ഉള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ചീറ്റിംഗ് കേസിനെതിരെ സൂര്യക്കെതിരെ തക്കതായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തുന്നു എന്നൊക്കെ അദ്ദേഹം പറയാണ്. അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ അർജുൻ സംസാരിക്കുകയുണ്ടായി. സൂര്യയുടെ അമ്മ വഴിയാണ് സുജിത് മേനോൻ എന്ന വ്യക്തിയെ സൂര്യ അറിയുന്നതും യാതൊരു മുൻ പരിചയമില്ലാത്ത അദ്ദേഹത്തെ ബിസിനസ് പാർട്ട്ണർ ആക്കുകയും തൻ്റെ അമ്മയുടെ അസുഖം കാരണം തനിക്ക് അതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ പറഞ്ഞ ഡേറ്റിൽ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാത്തതും അതിനെ തുടർന്ന് 10 കോടി രൂപ തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിൽ നോക്കുന്ന സമയത്താണ് അഡ്വാൻസ് ചെയ്തിരുന്ന 10 കോടി രൂപ മിസ്സായ വിവരം സൂര്യ അറിയുന്നത് എന്നും തുടർന്ന് ബാങ്കിൽ പോവുകയും അവിടെ നിന്ന് മാനേജറുമായി സംസാരിച്ചതും അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്തതൊക്കെ പറയാണ്. അതുവഴിയാണ് സുജിത് മേനോൻ ഈ ക്യാഷ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് എന്നും ഒരു പക്ഷേ ഇതെല്ലാം അറിഞ്ഞ് സുജിത് മേനോൻ മനഃപൂർവ്വം ഈ കേസ് സൂര്യയുടെ മേൽ കെട്ടിച്ചമച്ചതാണ് എന്നുള്ള കാര്യങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയാണ് കേട്ടോ. 10 കോടി രൂപ നഷ്ടപരിഹാരവും ചേർത്ത് 7 നിമിഷവും തരാൻ എൻ്റെ കക്ഷി തയ്യാറാണ് എന്നുള്ള കാര്യമൊക്കെ അർജുൻ കോടതിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരുപാധികം എൻ്റെ കക്ഷിയെ വിട്ടയക്കണമെന്നും ജാമ്യം അപേക്ഷിക്കണമെന്നൊക്കെ അർജുൻ പറയാണ്. മാത്രവുമല്ല 10 കോടി രൂപ സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നും എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തണം, അതിനു വേണ്ടിയിട്ട് കോടതി ഉത്തരവിടണം എന്നൊക്കെ അറിയിക്കുകയാണ് കേട്ടോ. എല്ലാം കേട്ടതിനൊടുവിൽ ജഡ്ജി തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയാണ്. സുജിത് മേനോൻ എന്ന വ്യക്തി ആരോപിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി ഈ കേസിനെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചതിനെ തുടർന്ന് രണ്ട് ഭാഗം വക്കീലന്മാരുടെ വാദം കേട്ടതിനനുസരിച്ചും ഈ കേസിന് വ്യക്തമായിട്ടുള്ള ഒരു നിലനിൽപ്പ് ഇല്ലാത്തത് കൊണ്ടും സൂര്യ എന്ന വ്യക്തി ഏത് നിമിഷവും തൻ്റെ അക്കൗണ്ടിൽ നിന്നും അഡ്വാൻസായി കിട്ടിയ 10 കോടി രൂപ നഷ്ടപ്പെട്ടതിനനുസരിച്ച് സുജിത് മേനോൻ തിരികെ 10 കോടി രൂപ നൽകാമെന്നതിനനുസരിച്ചും അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണെന്നും ആ പണം എവിടെ പോയി എന്നുള്ളതിനെ കേസ് പോലീസ് വ്യക്തമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തണമെന്നും ഉത്തരവിട്ടുന്നു എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്.